ബീഹാർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ആരാണെന്ന ചോദ്യത്തിന്റെ ഉത്തരമായി ചിലർ കോൺഗ്രസ് ആണെന്നും മറ്റു ചിലർ RJD ആണെന്നും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിരുന്നു. എന്നാൽ ബീഹാറിലെ യഥാർത്ഥ തോൽവി അത് രാഷ്ട്രീയ പ്രചരണത്തിന്റെ ചാണക്യനെന്ന് സ്വയം വിശേഷിപ്പിച്ച പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടിയാണ്. ബീഹാറിൽ 243 മണ്ഡലങ്ങളിലും മത്സരിച്ച നോട്ട അല്ലാത്ത ഏക പാർട്ടി കൂടിയായിരുന്നു പ്രശാന്ത് കിഷോറിന്റേത്. ഇത്തവണ ബീഹാർ മാറ്റത്തിനു വേണ്ടി ജനവിധി രേഖപ്പെടുത്തുമെന്നും ജൻസ്വരാജ് പാർട്ടി വൻ വിജയം നേടുമെന്നുമൊക്കെ പറഞ്ഞിരുന്ന പ്രശാന്ത് കിഷോർ നിതീഷിന്റെ JDU 25 സീറ്റിലധികം നേടാൻ താൻ തന്റെ പാർട്ടിയെ പിരിച്ചുവിടുമെന്നും എല്ലാവിധ പൊതുപരിപാടികളും അവസാനിപ്പിക്കുമെന്നും വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ പ്രശാന്തിന്റെ ജൻസ്വരാജ് പാർട്ടിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ലെന്ന് മാത്രമല്ല, കേവലം 3% വോട്ട് മാത്രമാണ് സ്വന്തമാക്കിയത്. നിതീഷ് ആവട്ടെ മറുഭാഗത്ത് മിന്നും വിജയം നേടി വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഇതോടെ തന്റെ വെല്ലുവിളി പോലെ തന്നെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമോ എന്ന് ആളുകൾ നോക്കിയിരിക്കെ തന്റെ നിലപാട് വ്യക്തമാക്കാനായാണ് പ്രശാന്ത് കിഷോർ പത്രസമ്മേളനവുമായി എത്തിയത്. ആ പത്രസമ്മേളനത്തിൽ പ്രശാന്ത് കിഷോർ പറഞ്ഞതിന്റെ പരിഭാഷയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമോ അതോ സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ പറഞ്ഞതെല്ലാം വിഴുങ്ങുമോ എന്ന് നമുക്ക് നോക്കാം. ഞങ്ങൾ ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് 3.5 വർഷം മുൻപ് കൃത്യമായ ഒരു മാറ്റത്തിന്റെ പ്രതിജ്ഞയുമായി വന്നതാണ്. ഒരു സത്യസന്ധമായ ശ്രമം നടത്തി, പക്ഷേ അതിൽ പരാജയപ്പെട്ടു. ഇത് സമ്മതിക്കാൻ യാതൊരു മടിയുമില്ല. വ്യവസ്ഥാപരമായ മാറ്റത്തിനായി തുടങ്ങിയ യാത്രയിൽ നിലവിലെ ദുഷ്ഭരണം തുടരുന്ന സർക്കാരിനെ പരാജയപ്പെടുത്തുക, അധികാരത്തിൽ നിന്നും മാറ്റുക എന്നത് പോലും സാധിച്ചില്ല. പക്ഷേ ബീഹാറിന്റെ രാഷ്ട്രീയത്തെ മാറ്റുന്നതിൽ ഞങ്ങൾക്ക് ചെറുതായെങ്കിലും പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് തീർച്ചയായും എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ചിന്തയിലോ പ്രവർത്തന രീതിയിലോ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലോ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുക്കാതിരുന്നത്. ഞങ്ങളിൽ വിശ്വാസം അർപ്പിക്കാതിരുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്റേത് മാത്രമാണ്. ഞാനത് 100% ഏറ്റെടുക്കുന്നു. ഞങ്ങൾ കൂട്ടായും പരാജയപ്പെട്ടു. ഇത് ആത്മപരിശോധനയുടെ സമയമാണ്. വിജയിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ജനങ്ങൾ തങ്ങളുടെ പാത തിരഞ്ഞെടുത്തു. അവർക്ക് വേണ്ട സർക്കാരിനെ തിരഞ്ഞെടുത്തു. ഇനി നിതീഷ് ജിയുടെയും BJPയുടെയും ഉത്തരവാദിത്തമാണ് ബീഹാറിന്റെ വികസനം, അഴിമതി ഇല്ലാതാക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, പ്രത്യേകിച്ച് തൊഴിൽ തേടിയുള്ള പലായനം അവസാനിപ്പിക്കൽ എന്നിവയെല്ലാം. ജൻസ്വരാജ് ആശയത്തിൽ വിശ്വസിച്ച് ഒപ്പം നിന്നവരുടെ പ്രതീക്ഷകൾക്ക് ഞാൻ ഉത്തരം നൽകിയില്ല. അതിന്റെ കുറ്റബോധം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്റെ പരാജയത്തിനുള്ള പ്രായശ്ചിത്തമായി 20-ാം തീയതി മുതൽ ഗാന്ധി വിദർഭ ആശ്രമത്തിൽ ഒരു ദിവസത്തെ മൗന ഉപവാസം ആചരിക്കും. ജൻസ്വരാജ് പ്രവർത്തകർക്കും ആഗ്രഹമുണ്ടെങ്കിൽ അവർ താമസിക്കുന്നിടത്ത് വെച്ച് ഒരു ദിവസത്തെ കൂട്ടായ ഉപവാസം നടത്താം. തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം, പക്ഷേ ഞങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. വോട്ട് കിട്ടാത്തത് കുറ്റമല്ല. കഴിഞ്ഞ 30-35 വർഷമായി ബീഹാറിൽ ജാതി രാഷ്ട്രീയം മാത്രമാണ് നടന്നത്. ഞങ്ങൾ ജാതിയുടെ വിഷം പരത്തിയിട്ടില്ല. ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം നടത്തിയിട്ടില്ല. പാവപ്പെട്ട ജനങ്ങളെ പണം കൊടുത്ത് വോട്ട് വാങ്ങിയിട്ടില്ല. അങ്ങനെ ചെയ്തവർ ജയിച്ചാലും ഒരു ദിവസം അതിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മഹാഭാരതത്തിലെ ചക്രവ്യൂഹത്തിൽ അഭിമന്യുവിനെ ചതിയിൽ കൊന്നു. പക്ഷേ അതുകൊണ്ട് യുദ്ധം ജയിച്ചില്ല. ഒടുവിൽ ധർമ്മം ജയിച്ചു. ജൻസ്വരാജിന്റെ വിജയം ഉറപ്പാണ്. ഇംഗ്ലീഷിൽ ഒരു വാചകമുണ്ട്, യു ആർ നോട്ട് ഡിഫീറ്റഡ് അൺടിൽ യു ക്വിറ്റ്. അതുകൊണ്ട് ഞാൻ തോൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ബീഹാർ വിടില്ല. ബീഹാർ മെച്ചപ്പെടുത്താനുള്ള എന്റെ ദൃഢനിശ്ചയത്തിന് മുന്നിൽ മറ്റൊന്നുമില്ല. ഇനി 3 വർഷത്തിൽ കൂടുതൽ ഇരട്ടി ഊർജ്ജത്തോടെ പ്രവർത്തിക്കും. പിന്മാറ്റമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ഏകദേശം 40,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് NDAക്ക് വൻ ഭൂരിപക്ഷം കിട്ടാൻ പ്രധാന കാരണം. 10,000 രൂപ കൊണ്ട് ആളുകൾ വോട്ട് വിറ്റു എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ ഓരോ അസംബ്ലി മണ്ഡലത്തിലും 62,000 സ്ത്രീകൾക്ക് 10,000 രൂപ ഒരു അഡ്വാൻസ് ആയി നൽകി. വോട്ട് ചെയ്താൽ 2 ലക്ഷം രൂപ വരെ സ്വയം തൊഴിൽ സഹായം തരാമെന്ന് പറഞ്ഞു. ജീവിക ദീദിമാർ, ആശാ വർക്കർമാർ, അംഗൻവാടി ജോലിക്കാർ എല്ലാവരെയും ഇതിനായി ഉപയോഗിച്ചു. മൊത്തം ഏകദേശം 29,000 കോടി രൂപ വിതരണം ചെയ്തു. ഞങ്ങൾ തോറ്റത് അതുകൊണ്ടാണെന്ന് പറയാനല്ല ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സർക്കാരിനോടുള്ള എന്റെ അപേക്ഷ ഇത് മാത്രമാണ്. നിങ്ങൾ 2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് നൽകി. ഇനി 1.5 കോടി സ്ത്രീകൾക്ക് അടുത്ത 6 മാസത്തിനുള്ളിൽ 2 ലക്ഷം വീതം നൽകണം. അത് നടന്നാൽ ബീഹാറിൽ തൊഴിലില്ലായ്മയും പലായനവും അവസാനിക്കും. അത് നടത്തിയില്ലെങ്കിൽ വ്യക്തമാകും. 10,000 രൂപ വോട്ട് വാങ്ങാനുള്ള ടോക്കൺ അഡ്വാൻസ് മാത്രമായിരുന്നുവെന്ന്. ഞങ്ങൾ ഒരു സീറ്റ് പോലും നേടിയില്ലെങ്കിലും നിതീഷ് കുമാർ സർക്കാർ ഈ 1.5 കോടി കുടുംബങ്ങൾക്ക് 2 ലക്ഷം വീതം നൽകിയാൽ ഞാൻ മുഖ്യധാര രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നത് ഒരിക്കൽ കൂടി പറയുന്നു. ബീഹാറിൽ നിന്ന് തൊഴിലില്ലായ്മയും പലായനവും അവസാനിച്ചാൽ പ്രശാന്ത് കിഷോറിന് MLA ആകേണ്ട ആവശ്യമില്ല.
എന്റെ വ്യക്തിപരമായ നമ്പർ ഇതാണ്: 9121691216. ആർക്കെങ്കിലും 2 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ ഈ നമ്പറിലോ ജൻസ്വരാജിലോ വിളിക്കുക. ഇനി ഉപദേശത്തിന്റെ കാലം കഴിഞ്ഞു, സമരത്തിന്റെ കാലമാണ്. ഞങ്ങൾ നിയമസഭയിലില്ല, പക്ഷേ ജനങ്ങളുടെ ശബ്ദമായി നിൽക്കും. ബ്ലോക്ക് ഓഫീസുകളിലും ജില്ലാ ഓഫീസുകളിലും ആവശ്യമെങ്കിൽ നിതീഷ് ജിയുടെ അടുത്ത് തന്നെ പോകും. അവസാനമായി ഒരു കാര്യം കൂടി. തിരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾ അഴിമതിയെക്കുറിച്ച് പല പത്രസമ്മേളനങ്ങളും നടത്തി. നിതീഷ് ജിയെ ഒരിക്കലും വ്യക്തിപരമായി അഴിമതിക്കാരനെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമാണ്, ചുറ്റുമുള്ളവർ കൊള്ള നടത്തുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ നിതീഷ് ജി പൂർണ്ണ ആരോഗ്യവനായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ എന്റെ അപേക്ഷ ഇതാണ്: നിതീഷ് ജിയും BJP നേതൃത്വവും ചേർന്ന് ഒരു വൃത്തിയുള്ള മന്ത്രിസഭ രൂപീകരിക്കണം. ഒരു അഴിമതിക്കാരനും അതിലുണ്ടാകരുത്. ജനങ്ങൾ സർക്കാർ ഉണ്ടാക്കാൻ മാത്രമാണ് മാൻഡേറ്റ് നൽകിയത്, കൊള്ള നടത്താനല്ല. ബീഹാറിലെ പലായനം അവസാനിപ്പിക്കുവാനും അഴിമതി ഇല്ലാതാക്കാനുമുള്ള മന്ത്രിസഭ വേണം. നന്ദി, ജയ് ഹിന്ദ്. ഇത്രയുമായിരുന്നു പ്രശാന്ത് കിഷോർ പറഞ്ഞത്. എന്തായാലും രാഷ്ട്രീയം ഉപേക്ഷിക്കും എന്ന് പറഞ്ഞത് കുറച്ചുകൂടി കാലയളവ് നീട്ടി വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലെ പരാജയം അംഗീകരിച്ച് പ്രായശ്ചിത്തമായി ഒരു ദിവസം ഗാന്ധിയൻ മാതൃകയിൽ ഉപവാസം നടത്താം എന്നുള്ള പ്രഖ്യാപനവും സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തമായതാണ്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? പ്രശാന്ത് കിഷോറിന് ബീഹാർ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇനിയും പ്രസക്തിയുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.